ഇപ്പോൾ ആനിരാജ അവിടുത്തെ സ്ഥാനാർത്ഥി CPIയുടെ മുതിർന്ന നേതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ആനിരാജ, താങ്കളുടെ എതിർ സ്ഥാനാർത്ഥി പറയുന്ന വയനാടിന്റെ പ്രധാനപ്പെട്ട പ്രശ്നമായി കാണുന്നത് അവിടെ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഗണപതി വട്ടം എന്ന പഴയ പേരിലേക്ക് കൊണ്ടുപോവുക എന്നാണ്. താങ്കളുടെ നിലപാടെന്താണ്? അല്ല, ഗണപതി വട്ടം എന്ന പേര് മാറ്റിയെടുത്താൽ, സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റിവെച്ചാൽ ഈ വനത്തിൽ നിന്ന് കടുവയായും കാട്ടാനയായും കാട്ടുപോത്തായും ആളുകൾ ഇവിടെ വന്നിറങ്ങി ജനങ്ങളുടെ ജീവൻ എടുക്കുന്നത് അത് നിൽക്കുമോ എന്നുള്ളത് ശ്രീ സുരേന്ദ്രൻ പറയണം. ഇവിടെ ജനങ്ങളുടെ ജനകീയ വിഷയം ഇത്തരമൊരു വിവാദം സൃഷ്ടിച്ചുകൊണ്ട് ശ്രദ്ധ തേടുകയും എന്നാൽ ജനകീയ വിഷയങ്ങളിൽ ഒന്നും തന്നെ പറയാനില്ലാത്തത് കൊണ്ട് അതിലൊന്നും ഒരു നടപടിയും ഇന്ന് ഈ വന്യജീവി ആക്രമണത്തിന്റെ ശാശ്വത പരിഹാരം എന്നാൽ ഈ നിലവിലുള്ള നിയമത്തിൽ ഒരു ഭേദഗതിയാണ് ഏറ്റവും അത്യാവശ്യമായത്. അതാണ് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ഏത് ഭാഗത്ത് പോയാലും ജനങ്ങൾ പറയുന്ന ഒരു കാര്യമാണത്. ആ വിഷയത്തെ കുറിച്ച് ഒരക്ഷരം പറയാതെ ഗണപതി വട്ടമാക്കുന്നു സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞ് പറയുന്ന സുരേന്ദ്രന് ഈ മണ്ഡലത്തിലെ മനുഷ്യന്റെ മനസ്സറിയില്ല എന്നുള്ളതാണ്. അതാണ് ആനിരാജ നമുക്ക് ഉയർത്തുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. ആനിരാജയ്ക്ക് നന്നായിട്ട് അറിയാം, ഉത്തരേന്ത്യയിലെ ഇത്തരത്തിലുള്ള ചില നെറേറ്റീവ് കൊണ്ടുവരുമ്പോൾ ഉത്തരേന്ത്യയിലെ ജനത അതിൽ കയറി പിടിക്കാറുണ്ട്, പലയിടങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ നമുക്ക് സാംസ്കാരികതയിലൊക്കെ വളരെ മതേതര കാഴ്ചപ്പാടുകളിലൊക്കെ അല്ലെങ്കിൽ പോട്ടെ ശരാശരി ദൈനംദിന ജീവിതത്തെക്കുറിച്ചൊക്കെ നന്നായി മനസ്സിലാക്കുന്ന ഒരു ജനതയുള്ള നാട്ടിൽ അവരുടെ ഒരു പ്രൈമറി പ്രശ്നം ഒരു സ്ഥലത്തിൻ്റെ പേരാണെന്ന് അവർ വിശ്വസിച്ചു കൊള്ളുമോ? ആരെങ്കിലും, കുറച്ചു പേരെങ്കിലും അങ്ങനെ? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഈ മണ്ഡലത്തിലെ മനുഷ്യരുടെ മനസ്സ് ഒട്ടും മനസ്സിലാക്കാനുള്ള ഒരു രാഷ്ട്രീയമായ ഒരു എന്താ പറയാ ഒരു ബോധ്യം ഇല്ലാത്ത ആളാണ് ശ്രീ സുരേന്ദ്രൻ എന്നുള്ളതാണ്. ഈ കേരളത്തിന്റെ മണ്ണിൽ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഈ കേരളത്തെ ഉത്തരേന്ത്യയാക്കി മാറ്റാമെന്ന് സുരേന്ദ്രൻ കരുതുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കൂട്ടുപിടിച്ചുകൊണ്ട് പേര് ഗണപതി വട്ടമാക്കുമെന്നാ പറയുന്നത്. നമുക്ക് ഈ കേരളത്തിന്റെ മണ്ണ് തരത്തിലുള്ള വിവേചനത്തിനോ അല്ലെങ്കിൽ വർഗീയതയ്ക്കോ അത് ഈ മണ്ണിൽ ഇടമില്ല എന്ന് തന്നെ ശ്രീ സുരേന്ദ്രനോട് പറയുകയാണ്. അദ്ദേഹം അത് മനസ്സിലാക്കണം. മണ്ഡലത്തിലെ മനുഷ്യരുടെ മനസ്സറിയാത്ത, അവരുടെ വേദന അതെന്താണ് ഏറ്റവും വലിയ പ്രശ്നം അവിടെ എന്ന് അറിയാത്ത, അതിനെക്കുറിച്ച് ഒരു വർത്തമാനം പറയാൻ സാധിക്കാത്ത, പിന്നെ ഞാൻ 3 വട്ടം പര്യടനം നടത്തി. അതിലെ ജനങ്ങളൊക്കെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വന്യജീവി ആക്രമണത്തിന്റെ ശാശ്വത പരിഹാരമാണ്. അതിന് ശാശ്വത പരിഹാരം ഇന്ന് നിലവിലുള്ള നിയമത്തിന് ഒരു ഭേദഗതിയാണ്, നിയമ ഭേദഗതി. അതിനെക്കുറിച്ച് ഒരക്ഷരം പറയാതെയാണ് ഗണപതി വട്ടത്തില് വട്ടം പിടിച്ചിരിക്കുന്നത് ശ്രീ സുരേന്ദ്രൻ. അതുകൊണ്ട് അത് ഈ വയനാടിന്റെ മണ്ണിൽ അത് ആ വിത്ത് മുളയ്ക്കില്ലെന്ന് സുരേന്ദ്രൻ അറിയണം. വളരെ നന്ദി ശ്രീമതി ആനിരാജ. വയനാട്ടിലെ LDF സ്ഥാനാർത്ഥിയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. CPI നേതാവിൻ്റെ പ്രതികരണമാണ് കേട്ടത്. വയനാട്ടിലെ ജനങ്ങളുടെ പ്രശ്നം ഒരു സ്ഥലത്തിൻ്റെ പേരുമാറ്റമാണോ? അവിടുത്തെ ജനകീയ പ്രശ്നങ്ങളിൽ എന്താണ് സുരേന്ദ്രന് പറയാനുള്ളത്? ആ സുരേന്ദ്രന് അക്കാര്യങ്ങളിൽ മറുപടിയോ അല്ലെങ്കിൽ വിശദീകരണമോ ഇല്ലേ എന്നാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളും സാമൂഹ്യ നേതാക്കളും ഉയർത്തുന്ന ചോദ്യം.